ഇന്ന് പുലർച്ചെയാണ് തൃശൂർ നെല്ലങ്കരയിൽ ലഹരി മാഫിയ സംഘം ഗുണ്ടാ സംഘം വലിയ ആക്രമണം പോലീസിന് നേരെ നടത്തിയത്. പോലീസിന്റെ 3 ജീപ്പുകളാണ് ഈ സംഘം അടിച്ച് തകർത്തത്. അതിനോടൊപ്പം തന്നെ 4 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അവരെ മർദ്ദിച്ച് അവശരാക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നെല്ലങ്കരയിലുള്ള വൈലോപ്പള്ളി നഗറിൽ ഒരു സംഘം ലഹരി മാഫിയ ഗുണ്ടാ സംഘം ഏകദേശം 15ഓളം പേർ അടങ്ങുന്ന സംഘമാണ്. അവിടെ ഇന്നലെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തി. ആ ബർത്ത്ഡേ പാർട്ടി നടത്തിയതിന് ശേഷം ഈ സംഘങ്ങൾ തമ്മിൽ പരസ്പരം സംഘർഷം ഉണ്ടായി. ഈ സംഘർഷത്തിന് ശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന അൽത്താഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ആ വീട്ടിലേക്ക് ഓടിക്കയറുന്ന സമയത്ത് അവരുടെ വീട്ടുകാർ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. മാതാവാണ് വാതിൽ തുറക്കാൻ സമ്മതിക്കാതിരുന്നത്. പിന്നീട് മാതാവിന് നേരെ വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയും പോർവിളിയും ഒക്കെ തന്നെ ഉണ്ടായി. ആ സമയത്ത് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മണ്ണുത്തിയിൽ നിന്നുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തി ഈ ഗുണ്ടാ സംഘങ്ങളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ ഇവർ വടിവാളുകളും കമ്പിവടികളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ബ്രഹ്മജിത്ത് എന്ന് പറയുന്ന 2 കൊലപാതക കേസുകളിൽ പ്രതിയായ ക്രിമിനൽ അയാൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ അയാളായിരുന്നു അൽത്താഫ്. അതുപോലെ തന്നെ അഹദ്, അഷ്ലിൻ, എവിൻ ആൻ്റണി, ഹാർബൽ എന്നീ 6 പേരാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ മറ്റ് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവയ്ക്ക് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവ സ്ഥലത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ സന്ദർശനം നടത്തുകയും ചെയ്തു. 6 ഗുണ്ടകൾ അപ്പോൾ പ്രവർത്തിച്ചു. പോലീസിനെ പ്രവർത്തിച്ചു. പോലീസുകാർക്ക് പോലും ഈ ലഹരി സംഘങ്ങളുടെ ഗുണ്ടാ സംഘങ്ങളുടെ പിടിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള രക്ഷയുമില്ല. അവർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃശ്ശൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത.